ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയെ പറ്റിയാണ്. നമ്മളൊരു തവണ ടൂറ് പോയപ്പോൾ അവിടെ പോയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബസ്സിലാണ് യാത്ര ചെയ്തത്. AC ബസ്സുകളുണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് ഈ ബസ്സായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല രസത്തിലാട്ടോ നമ്മളെ വെൽക്കം ചെയ്തത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പതിയെ അതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് നീങ്ങി. അപ്പോഴാണ് അടുത്ത ഷോ ഉള്ളത്. അതായത് വെൽക്കം ഡാൻസും വെൽക്കം സോങ്സും ഒക്കെ ഉണ്ടായിരുന്നു. പഴയകാല ഹിന്ദി ഫിലിംസിലെ സോങ്സ് ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തത്. അവരുടെ കോസ്റ്റ്യൂംസൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. ഈ സ്ഥലം കണ്ടപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ കരളേ കരളിൻ്റെ കരളേ ആ സോങ് ആട്ടോ എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ചരിത്രകാല സിനിമകളും സീരിയൽസ് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കണ്ടു. പിന്നെ അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോയത്. അവിടെ ചെന്നപ്പോൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കുന്ന രംഗം കണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ മുന്നിൽ ഒരാൾ നിന്നിട്ട് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്കും ഇഷ്ടമായിട്ട് ഞാനും അടുത്തതിൽ കയറി കേട്ടോ. ഇത് ഏത് പാട്ടായിരിക്കും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓരോ സ്ഥലത്തു നിന്ന് ഇറങ്ങുമ്പോഴും ഓരോ ബസ്സുകൾ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ സെറ്റ് കണ്ടിട്ട് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അതന്നെ ബാഹുബലി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറേ ഭാഗങ്ങൾ അവർ പൊളിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും നമുക്ക് കാണേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞങ്ങളിത് അടുത്ത സ്ഥലത്തെത്തി. ഇതും കുറേ സോങ്സിലൊക്കെ വന്ന ഏരിയാസ് തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ വന്നു കുറച്ച് നേരം നിന്നു കേട്ടോ. നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ അടുത്ത പോയ സ്പോട്ടാണ് കേട്ടോ. അവിടെ ചെന്നതിന് ശേഷം അപ്പൂസ് കുറേ ഡാൻസൊക്കെ കളിച്ചു. ഇതേപോലെ തന്നെ ഓരോരോ സ്ഥലത്ത് നിന്നിട്ട് കുറേ ആളുകൾ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളൊരു ടോയ് ട്രെയിനിലാണ് കയറിയത്. അതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും അവരുടെ സെറ്റിങ്സൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഏകദേശം സന്ധ്യയായി തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും അവിടുത്തെ ഫുള്ള് സെറ്റും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണാക്കി അടിപൊളിയായിരുന്നു. പിന്നെ കണ്ടോ നല്ല ചിത്രപ്പണികൾ ഒരുക്കിയൊരു സ്ഥലത്തൂടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കുട്ടികൾക്ക് കളിക്കണം എന്ന് തോന്നിയിട്ട് പാർക്കിൽ പോയിരുന്നു. അതിന് ശേഷം രാത്രി ആയപ്പോഴാണ് വേറൊരു മുഖച്ഛായ തന്നെയായിരുന്നു ഫിലിം സിറ്റിയുടെ ഉള്ളിൽ. ഓരോ വണ്ടികളിൽ ഇതേപോലെ കുറേ ആളുകൾ നിൽക്കുക, ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ കാണുന്ന സ്ഥലം കണ്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നല്ല മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ താഴേക്ക് വന്നു. ഗ്രൗണ്ടിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുട്ടികളൊക്കെ നല്ല കളിയായിരുന്നു കണ്ടോ. ഇത് പാട്ട് കേൾക്കുന്ന ഒരു പാലാണ്. കയറുമ്പോൾ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിന് ശേഷം നല്ലൊരു ഊഞ്ഞാലയിലാണ് കുട്ടികൾ ആടിയത്. ഇതിലും കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല പല പല കളറാണ് വരുന്നത്. ഏകദേശം 2000 ഏക്കർ സ്ഥലം ഉണ്ട് കേട്ടോ ഈ രാമോജി ഫിലിം സിറ്റിയിൽ മൊത്തത്തിൽ കണ്ടു കഴിയാൻ. രാത്രി ആയപ്പോൾ കണ്ടോ എനിക്ക് പറയാൻ വയ്ക്കണില്ല, അത്ര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അധികം തിരക്കില്ലായിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.